എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അത് രാവിലെ എണീറ്റ് നേരെ അടുക്കളയിൽ പോയിട്ട് ചെമ്പുന്ന കുറച്ച് ചോറെടുത്ത് പുറത്ത് പക്ഷികൾ കൊണ്ട് കൊടുക്കും കേട്ടോ. കുറച്ച് അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളവും ഞാൻ തൊട്ടടുത്ത് കുളിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു 6 മണിയാകുമ്പോൾ എന്നെ വിളിച്ച് ഉണർത്തുന്ന മുതലാണ് കേട്ടോ ഈ നിൽക്കുന്നതൊക്കെ. ഇത് വർഷങ്ങളായിട്ട് ഞാൻ മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട്. കാരണം ഇവർക്കുള്ള വെള്ളവും ഭക്ഷണവും വേനൽക്കാലത്ത് നിർബന്ധമായിട്ട് ഒരുക്കി വെക്കുക എന്നുള്ള ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ പക്ഷികൾ വരാനുണ്ട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്, കുളിക്കാനും ഇതിനൊക്കെ തന്നെ. അപ്പോൾ ഇതൊന്നും ഞാൻ മുടക്കില്ല. എൻ്റെ എല്ലാ ദിവസത്തെ ഒരു എനർജി എന്ന് പറഞ്ഞ് ഈ ഒരു ദിവസം ചെയ്യുന്ന ഒരു പുണ്യകർമ്മ കേട്ടോ. കണ്ടില്ലേ, ഓരോരുത്തർ വന്ന് എന്ത് സന്തോഷത്തോടെയാണ് വെള്ളം കുടിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകുന്ന കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഓരോരുത്തർ വിളിച്ചതനുസരിച്ച് ഇങ്ങനെ പലരായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി. ഇവർക്ക് വെള്ളം കൊടുത്തല്ലേ ഭക്ഷണം കൊടുത്ത് തുടങ്ങുന്ന എൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ദിവസം കേട്ടോ. മനസ്സിന് ഭയങ്കര സന്തോഷവും ധൈര്യമൊക്കെ കിട്ടുന്ന ജീവിതമാണ്. കണ്ടില്ലേ, ഇവർക്ക് ഈ കൊടും വേനൽക്കാലത്ത് നമ്മൾ ഇതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിലുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കുക. എവിടെ പോകും ഇവർ കുടിക്കാനും കുളിക്കാനും ഒക്കെ വെള്ളത്തിന് തന്നെ. ഇങ്ങനെ ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ വരെ, പല തരത്തിൽപ്പെട്ട പക്ഷികളുണ്ട് വരെ. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമല്ലേ. ആ മൈന വന്നിട്ട് വെള്ളം കുടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് കുളക്കോഴി വന്നത് ആ നീരാടി പോകുക കേട്ടോ. എന്ത് സന്തോഷമാണെന്ന് നോക്കിയാൽ. കുളിച്ച് അതിരാവിലെ കേട്ടോ ഈ കുളി കഴിഞ്ഞ് പോകുന്നേ, അതായ രസം. അപ്പോൾ അത്രയായിട്ട് ഉഷ്ണം വന്നിട്ടുണ്ടാവില്ലേ. ഞങ്ങൾ ഉപേക്ഷിച്ച ഒരു പയർ കൃഷിയിൽ നിന്ന് പച്ചപ്പനന്തത്തെ വന്ന് പയർ കഴിക്കുന്ന ഒരു കാഴ്ച കേട്ടോ. ഇതൊക്കെ എൻ്റെ പ്രഭാതത്തിലെ കാഴ്ചകളാണ്. മനോഹരം. എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും നിങ്ങൾ.